എന്താണ് ഈ പെട്രോ ഡോളർ? ഇതെന്താണ് ഈ വാർത്ത? ഇന്ത്യയിലാകമാനം വന്നു. യൂട്യൂബേഴ്സാണ് ഈ വാർത്ത ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. മലയാള പത്രങ്ങളിൽ വന്നു അമേരിക്കൻ ഡോളർ ഇടിയുകയാണ്. അതായത് സൗദിയും അമേരിക്കയും തമ്മിലൊരു ഡീലുണ്ടായിരുന്നു 1972. ഈ വാർത്ത ആദ്യം വരുന്നത് ട്വിറ്ററിൽ, സോഷ്യൽ മീഡിയയിലാണ്. ഇത് വരുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലാണ് ഈ വാർത്ത കയറി വരുന്നത്. അപ്പോൾ ആ ഡീലിൽ പറയുന്നത് കിസിഞ്ചർ എന്ന് പറയുന്ന അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് മേധാവിയായിരുന്ന അദ്ദേഹം മരിച്ചുപോയി, കഴിഞ്ഞിടയ്ക്കാണ്. അപ്പം ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു സീക്രട്ട് ഡീലായിരുന്നു അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ. ക്രൂഡിൻ്റെ ഡീല് നടത്തുമ്പോൾ ഡോളറിലാണ് അതിൻ്റെ വിനിമയം ഉണ്ടാകാൻ പാടുള്ളൂ. ഇതായിരുന്നു ഡീല് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന സംഭവം. പിന്നീട് അത് വൈറലാകുന്നു. പിന്നീട് യൂട്യൂബേഴ്സ് അത് വാർത്തയാക്കുന്നു. പിന്നീട് ഇന്ത്യയിലെയും അതായത് നാഷണൽ മീഡിയയും അതേപോലെ തന്നെ റീജിയണൽ മീഡിയയും വാർത്തയാക്കുന്നു. മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ മീഡിയ, അതേപോലെ ഇൻ്റർനാഷണൽ ന്യൂസ് വയർ, അതായത് ഏജൻസി ന്യൂസുകളൊന്നും ഇതൊരു വാർത്ത കൊടുത്തേയില്ല. കാരണം അവർക്കറിയാവുന്ന വസ്തുതയാണ് ഇങ്ങനെ ഒരു സംഭവം നിലവിലില്ല. അപ്പോൾ ഇത് ഒരു വിഭാഗം ആൾക്കാർ അമേരിക്കയും സൗദിയും തമ്മിലുള്ള സംഭവം ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത സംഭവമാണ്. പിന്നീട് അത് വാർത്താ രൂപത്തിൽ ലോകം മുഴുവനും ഉണ്ടായി. കാരണം ഇത് യൂട്യൂബേഴ്സിന് വളരെ ഗ്ലോബലായിട്ട് തന്നെ ഇത് വാർത്തയായിട്ട്, കാരണം US ഡോളർ ഇടിയുന്നു, അവർ തമ്മിൽ തെറ്റുന്നു, ഇതൊക്കെ പറഞ്ഞാണ് സംഭവം ഉണ്ടായത്. ഇനി നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് നോക്കാം. ഇപ്പം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ഡീലുണ്ട്. അതായത് ക്രൂഡുമായിട്ടുള്ള ഡീലുണ്ട്. അപ്പം ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പം ഇന്ത്യ സൗദി അറേബ്യ തമ്മിൽ ക്രൂഡുമായിട്ടുള്ള ഡീലിൽ ഏകദേശം എത്രയോ ശതമാനം ഡോളർ കൊടുക്കണം. അത് കഴിഞ്ഞ് ഇന്ത്യൻ കറൻസി, കാരണം സൗദി അറേബ്യയ്ക്ക് ഇന്ത്യയിൽ നിന്ന് പല സാധനങ്ങളും ആ രാജ്യത്തോട്ട് കൊണ്ടുപോകുന്ന രാജ്യമാണ്. കാരണം വാങ്ങിക്കൊണ്ടുപോകുന്ന അവർ തന്നെ, സൗദി തന്നെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യ സൗദിയിൽ നിന്ന് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ട് അവരുടെ കറൻസി, കാരണം ഇവിടെ ജോലി ചെയ്യുന്നവരാണ്, അവിടെയുള്ള മറ്റുള്ള ബിസിനസ്സുകാരാണെങ്കിലും അവരുടെ കറൻസി ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കറൻസി ഉണ്ട്, ഇന്ത്യൻ കറൻസി ഉണ്ട്, അതേപോലെ തന്നെ ഡോളർ, അതേപോലെ തന്നെ യൂറോ, ഇതെല്ലാം കൂടെ വെച്ചാണ് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ക്രൂഡിൻ്റെ ഡീലിങ് നടക്കുന്നത്. അതായത് ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന വസ്തു. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ? ഇപ്പം എത്രയോ വർഷമായിട്ട് അത് തുടങ്ങിയതാണ്. പിന്നെ മറ്റൊരു വസ്തുത ആലോചിച്ച് നോക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പോൾ ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു രാജ്യം, അതേപോലെ പാകിസ്ഥാൻ, അതേപോലെ തന്നെ ബംഗ്ലാദേശ്, അതേപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്, ലോകത്ത് പല രാജ്യങ്ങളുണ്ട്. ഇവരുടെ ഒന്നും കറൻസിക്ക് വാല്യുവേഷൻ വളരെ കുറവാണ്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ കറൻസി ഒരു ഡോളർ എന്ന് പറയുന്ന ഏകദേശം 300-400 പാകിസ്ഥാൻ കറൻസിയാണ്. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സൗദി അറേബ്യ തന്നെയാണ് ഈ നിബന്ധന മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതായത് അവരുടെ ഈ പറയുന്ന ചെറിയ രാജ്യങ്ങളുടെയും ഈ എക്കോണമി സ്ട്രെങ്തൻഡ് അല്ലാത്ത രാജ്യങ്ങളിലെ കറൻസി അത് സ്റ്റെബിലൈസ് ചെയ്യാത്തത് കൊണ്ട് ആ രാജ്യങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ ക്രൂഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഡോളറിലായിരിക്കണം വിനിമയം നടത്തേണ്ടത്, അല്ലെങ്കിൽ യൂറോയിലായിരിക്കണം വിനിമയം നടത്തുക. ഇത് സൗദിയുടെ ഡിമാൻഡാണ്. അപ്പം ഇത് ഡോളറിൽ നടത്തുമ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം, ഇതേപോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിനിമയം വളരെ സ്മൂത്തായിട്ട് നടക്കും. ഇതാണ് അതിൻ്റെ പരമപ്രധാനമായ കാര്യം. അതായത് ഈ പറയുന്ന സമയം മുതൽ എന്നു മുതൽ ഇതുണ്ട്, ആ സമയത്തെല്ലാം സൗദി എന്ന് പറയുന്ന രാജ്യം ഡോളറിലും കച്ചവടം നടത്തുന്നുണ്ട്, ബ്രിട്ടീഷ് പൗണ്ട്സിലും സ്റ്റെർലിങ്ങിലും കച്ചവടം നടത്തുന്നുണ്ട്. പിന്നീട് ഷെങ്കൻ രാജ്യങ്ങൾ അത് യൂറോ കൊണ്ടുവന്നു, അതിലും കച്ചവടം നടക്കുന്നുണ്ട്. ചൈനീസ് കറൻസി കച്ചവടം നടക്കുന്നില്ലേ? ഇതൊക്കെ തെറ്റായ ഫേക്ക് ന്യൂസാണ് അടിച്ചുവിട്ടിരിക്കുന്നത്. മാർക്കറ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു ഗ്ലോബലായിട്ടുള്ള മാർക്കറ്റിനെ പറ്റി നോക്കിക്കാണുന്ന അവരിതിനെപ്പറ്റി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം സൗദി അറേബ്യ രാജ്യം
പണ്ട് മുതലേ പല കറൻസികളിലും വ്യാപാരം നടത്തുന്നുണ്ട്. ഇന്ത്യൻ കറൻസി വ്യാപാരം നടത്തുന്നില്ലേ? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ പറഞ്ഞുതരാം. അതായത് മിഡിൽ ഈസ്റ്റ് വാർ, ഈ ഇറാഖും അമേരിക്കയും തമ്മിൽ പിണങ്ങാനുണ്ടായ കാര്യം, അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. സദാം ഹുസൈൻ ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, അതായത് ഇറാഖ് അവിടെ നിന്നുള്ള ഓയിലിൻ്റെ വ്യാപാരം നടത്തുന്നത് ഇനി മുതൽ അമേരിക്കൻ കറൻസിയുമായിട്ട് ആര് വന്നാലും അവർ കരാറ് നടത്തില്ല എന്ന് പറയുന്നു, ഡീല് ചെയ്യില്ല എന്ന് പറയുന്നു. ഉണ്ടായ സംഭവമാണ്. ഇപ്പം ഇതിൻ്റെ പിറകിൽ അപ്പം അമേരിക്കൻ കറൻസിക്ക് വാല്യുവേഷൻ കുറയുന്നു എന്നുള്ള ധാരണയുണ്ടായി ഗ്ലോബലായിട്ട്. അങ്ങനെ അപ്പം അത് മനസ്സിലാക്കണം. അമേരിക്ക മാത്രമല്ല, ലോകത്തൊരു രാജ്യം അമേരിക്കൻ ഡോളറുമായിട്ട് വന്നാൽ അവരുമായിട്ട് നടക്കുന്ന ക്രൂഡിൻ്റെ വ്യാപാരം നടക്കില്ല എന്ന് സദാം ഹുസൈൻ പറഞ്ഞു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം അതിൻ്റെ പേരിൽ അതിന് വാല്യുവേഷൻ കുറയുന്നു എന്ന ധാരണയുണ്ടാകുകയും പിന്നീട് അമേരിക്ക ഇറാഖ് ഇഷ്യൂ ഉണ്ടായി, കാരണം വാറുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് സൗദിയെ അമേരിക്കയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വർഗീയ ഭ്രാന്തന്മാർ കെട്ടിച്ചമച്ച ഒരു ഇല്ലാ കഥയാണ് കിസിഞ്ചറിൻ്റെ സ്റ്റോറി. 72 സൈൻ ചെയ്തു, സീക്രട്ട് ഡീൽ ഇങ്ങനെയായിരുന്നു. ബേസിക്കലി പെട്രോ ഡോളർ എന്ന് പറഞ്ഞൊരു സംഭവം നിലവിലില്ല. കാരണം സൗദിക്ക് താല്പര്യം, സൗദി ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ് അവർക്ക് ഡോളർ വേണം, കാരണം അവർക്ക് ഫോറിൻ കറൻസി വേണം. സൗദിക്ക് എന്തുകൊണ്ടാണ് ഡോളർ വേണമെന്ന് ആവശ്യപ്പെടുന്നത്? അതിൻ്റെ പുറകിലും കഥയുണ്ട്, ചെറിയ കഥയൊന്നുമല്ല. കാരണം സൗദിയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലാണെങ്കിലും പെട്രോളിയം എക്സ്പ്ലോർ ചെയ്യുന്ന മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ്സ് എല്ലാം അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ സാധനം എക്യുപ്മെൻറ്റ്സ് വാങ്ങണം, അതേപോലെ തന്നെ സൗദിക്ക് ആയുധങ്ങൾ വാങ്ങണം. ഇതെല്ലാം വാങ്ങാൻ വേണ്ടി ബേസിക്കലി ഡോളർ വേണം, കാരണം അമേരിക്കൻ കറൻസിയാണ്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം സൗദി റിയാലൊന്നും പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യമൊന്നുമല്ല. പല മാറ്റേഴ്സ് ഉണ്ട്. ഇത് ഒരു ഫൈനാൻഷ്യൽ മാറ്ററാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ്, അതിൻ്റെ പേരിൽ തന്നെയാണ് സൗദി കമ്പനിയോടും ഒക്കെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ കമ്പനികൾ ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വരണം, കാരണം അല്ലെങ്കിൽ ഇവർക്ക് വിനിമയം നടത്താൻ പറ്റില്ല എന്നുള്ള അമേരിക്കയുടെ പ്രഷർ തന്നെയാണ്. അതിൻ്റെ പേരിലാണ് അവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോകുന്നത്, അവരുടെ കമ്പനിയുടെ ഷെയർ വിൽക്കുന്നത്. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്, ഇന്നും ക്രൂഡ് ഓയിൽ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം തന്നെയാണ്. കാരണം ചെറിയ ചെറിയ രാജ്യങ്ങൾക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും ക്രൂഡ് വാങ്ങാൻ വേണ്ടി ഒരു വിനിമയ കറൻസി എന്ന് പറയുന്നത് ഡോളർ തന്നെയാണ്. പിന്നെ പലരും ഇപ്പം യൂറോ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യ മൾട്ടിപ്പിൾ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ചൈനയോട് പറയുകയാണ് ആ ചൈന ഉപയോഗിക്കുന്നത് ചൈനീസ് കറൻസി ഉപയോഗിക്കുക, കാരണം സൗദിക്ക് ഇഷ്ടം പോലെ സാധനം ചൈനയിൽ നിന്ന് വാങ്ങാനുണ്ട്. ഇതൊരു വിനിമയ കറൻസി എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. പിന്നെ ഡോളറിൻ്റെ ഡിമാൻഡ് ഈ ചെറിയ ചെറിയ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടി. കാരണം സൗദി എന്ന് പറഞ്ഞ രാജ്യത്തിനും മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഡോളർ മതി, കാരണം അവരുടെ ആ രാജ്യത്തെ കറൻസി അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ത്യയും ഇറാനും തമ്മിൽ നടക്കുന്ന ഓയിൽ, അതിനകത്ത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ കറൻസിയിലാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പം UAE-യുമായിട്ടൊക്കെ ഇന്ത്യൻ കറൻസിയിലോട്ട് വരാൻ പോവുകയാണ്. ഏകദേശം നല്ലൊരു ശതമാനം ഇപ്പോൾ ഇന്ത്യൻ കറൻസിയിലാണ് ഡീൽ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക്ക്. അതായത് ഫേക്കായിട്ടുള്ളൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നു, അത് വാർത്തയാകുന്നു. അത് കേരളത്തിലും വലിയ വാർത്ത. ഇപ്പം മാധ്യമം എന്ന് പറഞ്ഞ പത്രം വാർത്ത കൊടുത്ത ഏതോ വലിയ സംഭവമായിട്ട് അവർ ബേസിക്കലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ന്യൂസ് മാഗസിനിലോ അതേപോലെ തന്നെ പത്രങ്ങളിലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പം അത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് സത്യമാണോ അല്ലയോ, എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കള്ളത്തരങ്ങൾ. ഇതൊക്കെ ഓരോന്നായിട്ട് വെളിച്ചത്ത് വരാൻ ഇതുകൊണ്ട്, കാരണം ഇത് ശരിക്കും പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ കപടത, ഈ വാർത്തയുടെ കപടത എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ.